അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തുഉറഉൽ അഅമാലുൻ നാസി ഫീ കുല്ലി ജുമുഅത്തിൻ മറത്തൈൻ. റസൂൽ പറയാണ് എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യം അടിമകളുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദർശിപ്പിക്കപ്പെടും. യൗമുൽ ഇസ്നൈൻ വയൗമുൽ ഖമീസ്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എല്ലാ അടിമകളുടെയും പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദർശിപ്പിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഫയുഗ്ഫറു ലികുല്ലി അബ്ദി മുഅ്മിൻ. മുഅ്മിനായ എല്ലാ അടിമയുടെയും പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ഇല്ല അബ്ദൻ, ഒരു അടിമയുടെ ഒഴികെ. ആ അടിമയുടെ ഒഴികെ എന്ന് പറഞ്ഞാൽ എല്ലാ അടിമകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുക്കും, ഈ ഒരാൾക്കൊഴികെ. എന്തുകൊണ്ടാണ്? എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ബൈനഹു വബൈന അഖീഹി ശഹന. ഈ ആളുടെയും മറ്റൊരു സഹോദരന്റെയും ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ട്, അവർക്കിടയിൽ ചില കുഴപ്പങ്ങളുണ്ട്, അവർക്കിടയിൽ ചില തർക്കങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്ക് പാപമോചനമില്ല. ഫയുഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, എന്നിട്ട് പറയപ്പെടും ഉത്റുകൂ ഹാദൈൻ, എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കാം. പക്ഷെ 2 ആളുകളെ, അഥവാ പരസ്പരം വെറുപ്പും വിദ്വേഷവും കൊണ്ടു നടക്കുന്ന ആ 2 ആളുകളെ വിട്ടേക്കുക. ഹത്താ യഫീഅ, അവർ പരസ്പരം നന്നാകുന്നതുവരെ. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, പരസ്പരം മനസ്സിൽ വിദ്വേഷവും വെറുപ്പും വെച്ച് നടക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പാപമോചനം തടയപ്പെടുന്ന കാര്യമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ നഫ്സിനെ മറക്കാതെ ആവർത്തിച്ചു പറയട്ടെ, എന്തിന് ഭംഗി കൂട്ടുന്നതിനേക്കാളും അല്ലെ പറയേണ്ടതില്ല, എല്ലാത്തിനും ഭംഗി കൂടി നമുക്ക് താല്പര്യവും അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു അല്ലെ, ആളുകൾ ഭംഗിയിൽ നടക്കുക, ഭംഗിയായി വസ്ത്രം ധരിക്കുക, വൃത്തിയിലും വെടിപ്പിലും നടക്കുക എന്നുള്ളത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു സൗന്ദര്യവാനാണ്, അതുകൊണ്ട് സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. പക്ഷെ അതിനപ്പുറത്ത് സഹോദരങ്ങളെ, നമ്മൾ ബാഹ്യമായി സ്വീകരിക്കുന്ന ഭംഗിയേക്കാൾ ഉപരിയായി നമ്മുടെ ആന്തരികമായ ഹൃദയത്തിന് ഭംഗി കൂട്ടാൻ, അത് ഈ പറയപ്പെട്ട ശിർക്കിൽ നിന്ന്, നിഫാഖിൽ നിന്ന്, പരസ്പര വിദ്വേഷത്തിൽ നിന്ന്, ശത്രുതയിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന് എല്ലാം നമ്മുടെ മനസ്സിനെ മുക്തമാക്കി ഖൽബുൻ സലീമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ ശ്രമിക്കുക. അതിനുവേണ്ടി നല്ലവണ്ണം അല്ലാഹുവിന് വേണ്ടി ദുആ ചെയ്യുക, പണിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.